എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പല ഫൈലങ്ങളെയും കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഏകദേശം 9 ഫൈലങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 10ാമത്തെ ഫൈലം, ദാറ്റ് ഈസ് ഫൈലം ഹെമികോഡാറ്റ. ഫൈലം ഹെമികോഡാറ്റ. ഹെമികോഡാറ്റ എന്ന് പറയുന്ന ഫൈലത്തിനൊരു ഹിസ്റ്ററി ഉണ്ട്. മറ്റു ഫൈലങ്ങൾ പോലെ സ്വതന്ത്രമായ ഒരു ഫൈലം ആയിരുന്നില്ല ഈ ഫൈലം പണ്ട് കാലങ്ങളിൽ. കോർഡാറ്റ എന്ന് പറയുന്ന ഫൈലത്തിന് കീഴിലുള്ള ഒരു സബ് ഫൈലമായിട്ടാണ് നമ്മൾ ഹെമികോഡാറ്റയെ കൺസിഡർ ചെയ്തത്. സോ ഹെമികോഡാറ്റ ബിലോങ്സ് ടു ഫൈലം കോഡാറ്റ. അങ്ങനെയായിരുന്നു തുടക്കത്തിൽ പണ്ട് കാലങ്ങളിൽ. ഒരു ജീവിയെ നമ്മൾ കോഡാറ്റയിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതിനെന്ത് വേണം? നോട്ടോ കോഡ് വേണം, അല്ലേ? ഹെമികോഡാറ്റ എന്ന് പറയുന്ന ഫൈലത്തെ പണ്ട് കോഡാറ്റയിൽ ഉൾക്കൊള്ളിച്ചതിന് കാരണം എന്താ? അവർക്ക് നോട്ടോ കോഡ് ഉള്ളത് കൊണ്ട്. പക്ഷേ പിന്നീട് അവരുടെ ബോഡിയിൽ നോട്ടോ കോഡ് ഇല്ല എന്ന് മനസ്സിലാക്കി. പകരം നോട്ടോ കോഡ് പോലൊരു സാധനം, പേര് സ്റ്റോമോ കോഡ്. എന്തായിരുന്നു? സ്റ്റോമോ കോഡ്. ഇതാണ് അവർക്കുള്ളത്. അപ്പൊ ഇവര് കോഡാറ്റയിൽപ്പെട്ടവരാണോ? അല്ല. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, നോട്ടോ കോഡ് ഉണ്ടെന്നുള്ള. ഓക്കെ, സോ അതോടുകൂടെ നമ്മൾ അവരെ കോഡാറ്റയിൽ നിന്ന് പുറത്താക്കി പകരം സ്വന്തമായൊരു ഫൈലമായിട്ട് കൺസിഡർ ചെയ്തു. അതാണ് ഫൈലം ഹെമികോഡാറ്റ. ഹെമികോഡാറ്റയെ കുറിച്ച് പറയുമ്പോ ഇതൊരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് ഓർഗാനിസംസ്. എങ്ങനെയുള്ള ഓർഗാനിസം ആണ്? വേം ലൈക്ക്. ഓക്കെ, ഇതില് ഈ ഒരു ഹെമികോഡാറ്റയുടെ കോമൺ ആയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, അല്ലെ? ഏതായിരുന്നു? ഓർഗൻ സിസ്റ്റം. അതുപോലെ സിമ്മട്രി നോക്കുകയാണെങ്കിൽ ബൈലാറ്ററൽ സിമ്മട്രി. ബൈലാറ്ററൽ സിമ്മട്രി. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക്. കൃത്യമായ സീലോം ഉള്ളവർ, അതുകൊണ്ട് സീലോമേറ്റ്. ഓക്കെ, ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ നിങ്ങൾ അവരുടെ ബോഡി കണ്ടോ? വേം പോലെയാണുള്ളത്, അല്ലേ? അവരുടെ ബോഡി പാർട്സിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. ആർത്രോപോഡ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, അല്ലേ? മൊളസ്കയിലും പറഞ്ഞു ബോഡി പാർട്ട്. അതുപോലെ തന്നെ ഹെമികോഡാറ്റയിലെ ബോഡി പാർട്ട് പറയുകയാണെങ്കിൽ അവരുടെ ബോഡി പാർട്ട് ഒന്ന് പ്രൊബോസിസ്. അതാണ് ചിത്രത്തിൽ മുകളിലായിട്ട് നിങ്ങൾ കണ്ടത്. നടുക്ക് വേറൊരു സെഗ്മെന്റ് പോലെ കാണാം, അതാണ് കോളാർ. പ്രൊബോസിസ്, കോളാർ. അതിന് താഴെ വാല് പോലെ നീണ്ടു കിടക്കുന്ന വലിയൊരു ഭാഗം കാണാം, അതിന്റെ പേരാണ് ട്രങ്ക്. പ്രൊബോസിസ്, കോളാർ, ട്രങ്ക്. ഇതാണ് 3 ഭാഗങ്ങൾ. ഓക്കെ, ഇത് പറയുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം, ഹെമികോഡാറ്റയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. ഏതാ? പ്രൊബോസിസ് ഗ്ലാൻഡ്. ഓക്കെ, ഇവരുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേഷൻ ആണ്. ഓപ്പൺ സർക്കുലേഷൻ. അതുപോലെ റെസ്പിറേറ്ററി ഓർഗൻ
ഇവര് ഞാൻ പറഞ്ഞു വേം ലൈക്ക് ഓർഗാൻസ് അല്ലെ, ഇവരെവിടെയാ കാണുകയെന്നറിയോ? കടലിൽ കാണുന്നവരാ, മറൈന. അതുകൊണ്ട് തന്നെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്തായിരിക്കും? അക്വാട്ടിക് ഫോമിൽ വരുന്ന ജീവികളിൽ ഒട്ടുമിക്ക ജീവികളുടെയും റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണല്ലോ. സോ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ഗിൽസ് ആണ്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇവരുടെ സെക്സ് സെപ്പറേറ്റ് തന്നെയാണ്. മെയിലും ഫീമെയിലും ഇവരുടെ ശരീരത്തിൽ വേറെ വേറെ തന്നെ കാണാം. ഓക്കെ, ക്ലിയർ? ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അക്വാട്ടിക് ആണല്ലോ ഇവര്, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ അത് എക്സ്റ്റേണൽ തന്നെയാണ്. ഓക്കെ, മാത്രമല്ല അവരുടെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇനഫ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരു എക്സാമ്പിൾ ആണ് ബലാനോഗ്ലോസസ്. അതുപോലെ തന്നെ സാക്കോഗ്ലോസസ്. ഇങ്ങനെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കൊന്നുകൂടെ പറയാം. ഹെമികോഡാറ്റ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഫൈലം തന്നെയായിരുന്നു ആണ്. പണ്ട് ഇതിനെ നമ്മൾ കോർഡാറ്റയിലെ ഒരു സബ് ഫൈലമായിട്ടാണ് കൺസിഡർ ചെയ്തത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഇവർക്ക് നോട്ടോകോഡ് ഇല്ല, പകരം സ്റ്റോമോ കോഡാണ്. അതുകൊണ്ട് ഇവരെ കോഡാറ്റയിൽ വെക്കാൻ പറ്റില്ല. ദാറ്റ്സ് വൈ അവരെ നമ്മൾ നോൺ കോഡാറ്റയിലെ ഒരു സെപ്പറേറ്റ് ഫൈലമായിട്ട് തന്നെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റ് ആൻഡ് സീലോമേറ്റ്. ഓക്കെ, ഓപ്പൺ സർക്കുലേഷൻ ആണ്. ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. ബോഡിയെ 3 ഭാഗങ്ങളായി തരംതിരിച്ചു: പ്രൊബോസിസ്, കോളാർ, ട്രങ്ക്. ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, സെക്സസ് സെപ്പറേറ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ബലാനോഗ്ലോസസ്, മറ്റൊന്ന് സാക്കോഗ്ലോസസ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഹെമികോഡാറ്റ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നോൺ കോഡാറ്റയിൽ പറയാനുള്ളത്. നോട്ടോകോഡ് ഉള്ളവരെ നമ്മൾ കോഡാറ്റ എന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെ നമ്മൾ നോൺ കോഡാറ്റ എന്നാണ് വിളിക്കുക. ഇതുവരെ നമ്മൾ പറഞ്ഞ ആർക്കും എന്തില്ല? നോട്ടോകോഡ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ നോൺ കോഡാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 11 ഫൈലങ്ങൾ, ആനിമൽ കിൻഡത്തിലെ 11 ഫൈലങ്ങളിൽ 10ഉം നോൺ കോഡേറ്റ്സ് ആണ്. ഒരു ഫൈലം മാത്രമാണ് കോഡാറ്റ. ഓക്കെ, സോ എനിവേ ദിസ് ഈസ് അബൌട്ട് ഹെമികോഡാറ്റ. അടുത്ത ഒരു ഫൈലമാണ് ഫൈലം കോർഡാറ്റ, ലാസ്റ്റ് ഫൈലം അല്ലേ? ഓക്കെ, കോർഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നോട്ടോകോഡ് ഉള്ളവർ കോഡാറ്റ, നോട്ടോകോഡ് ഇല്ലാത്തവർ നോൺ കോഡാറ്റ ആണല്ലോ. ഓക്കെ, ശ്രദ്ധിക്കുക, നോട്ടോകോഡ് മാത്രമല്ല കോർഡാറ്റയിൽപ്പെട്ട ജീവികളുടെ പ്രധാന ക്യാരക്ടർ. അവരുടെ തന്നെ ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് ഡോർസൽ ഹോളോ നെർവ് കോഡ്. എന്താ ഡോർസൽ ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡോർസൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമല്ലേ? സോ ഈ ഭാഗത്തായിട്ട് ഹോളോ നെർവ് കോഡ്, ന്യൂറോണുകൾ പാസ് ചെയ്യുന്ന, ന്യൂറോണുകളുടെ ആ ഒരു ബണ്ടിൽ പാസ് ചെയ്യുന്ന ഒരു നെർവ് കോഡ്, നമ്മുടെ സ്പൈനൽ കോഡൊക്കെ പാസ് ചെയ്യുന്ന വഴി അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്, അതോടൊപ്പം തന്നെ നോട്ടോകോഡ്. എന്തിനാ ഗിൽ സ്ലിറ്റ്സ്? റെസ്പിറേറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നതാണത്. ഓക്കെ, നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? മേലെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡോർസൽ ഹോളോ നെർവ് കോഡ്. അതിനടുത്തായിട്ട് തന്നെ റോഡ് പോലെ ഒരു നോട്ടോകോഡ് നിൽക്കുന്ന കാണുന്നില്ലേ? അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ നിങ്ങൾ നോക്കൂ, ചെറിയ വര പോലെ കാണാം. ഗിൽ സ്ലിറ്റ്സ് ആണത്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മുടെ കോഡാറ്റയിൽപ്പെട്ട മറ്റു ക്യാരക്ടേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കോഡാറ്റയിൽപ്പെട്ട ജീവികൾക്ക് അവരുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. മറ്റൊന്ന് ബൈലാറ്ററൽ സിമെട്രി, then ട്രിപ്ലോബ്ലാസ്റ്റ്, സീലോമേറ്റ്. ഓക്കെ,
ഇതാണ് ഇവരുടെ ക്യാരക്ടേഴ്സ്. മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ജീവികള് എല്ലാ എൻവയോൺമെന്റ്, അതായത് അക്വാട്ടിക്കിലും ഉണ്ട്, ടെറസ്ട്രിയലും ഉണ്ട്, കരയിലും വെള്ളത്തിലും കാണും. ഓക്കെ. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ക്യാരക്ടേഴ്സ് ഇവർക്കുണ്ട്. നമുക്ക് ഓരോന്നായി വിശദമായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കോഡാറ്റയുടെ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് കോഡാറ്റയും നോൺ കോഡാറ്റയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടാബിളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്നത്. നോക്കൂ. അതിൽ ഒരു കോളത്തിൽ കോർഡൈറ്റ്സ്, മറ്റൊന്നിൽ നോൺ കോഡൈറ്റ്സ്. നോക്കാം ഓരോന്നായിട്ട്. കോഡൈറ്റ്സിൽ ഒന്നാമത്തെ പോയിന്റ് നോട്ടോകോഡ് പ്രസന്റ് ആണല്ലോ. എന്നാ നോൺ കോഡാറ്റയിലോ നോട്ടോകോഡ് ആബ്സെന്റ്. ശരി. രണ്ടാമത്തെ പോയിന്റ് കോർഡാറ്റയിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡോർസൽ സൈഡിലാണ് നോട്ടോകോഡ് നമ്മളിതുള്ളത്, അതായത് പുറം ഭാഗത്ത് അല്ലേ. എന്നാൽ നോൺ കോഡാറ്റയിൽപ്പെട്ടവർക്ക് എവിടെയാണെന്നറിയോ? അത് വെൻട്രലാണ് അല്ലേ. സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ, ഒന്നായിട്ടല്ല, അത് പെയറായിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവർക്ക് ഡബിൾ ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ. അതായത് ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ ഭാഗമാണ് അല്ലേ. അവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഭാഗത്തേക്ക് എയർ കയറുന്നത്, അതിലൂടെയാണ്. ഓക്കെ. എന്നാൽ മറ്റു ജീവികളുടെ നോൺ കോഡേറ്റയിൽപ്പെട്ടവർക്ക് ഗിൽസ് ഉണ്ടെങ്കിലും എയർ കയറാൻ അങ്ങനെ ഒരു ഗിൽ സ്ലിറ്റ്സ് ഇല്ല. മനസ്സിലായോ? ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ്. ഓക്കെ. ഇനി കോഡേറ്റയുടെ ഹാർട്ട് അത് വെൻട്രലാണ്. വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് ഭാഗത്താണോ ബാക്ക് സൈഡിലാണോ ഉള്ളത്? ഡോർസലാണോ വെൻട്രലാണോ? ഡോർസൽ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്, വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗം. എവിടെയുള്ളത്? മുന്നിലല്ലേ, ഫ്രണ്ട് ഭാഗത്തല്ലേ, അതായത് വെൻട്രലാണ്. അതേസമയം നോൺ കോഡേറ്റയുടെ ഹാർട്ട് ഡോർസലാണ്. ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഡോർസൽ, ഇല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഡോർസൽ, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ കോഡാറ്റയുടെ കേസ് അങ്ങനെയല്ല. കോഡാറ്റയുടെ കേസിൽ ഹാർട്ട് വെൻട്രൽ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ആനൽ പാർട്ട്, അതായത് ടെയില് പ്രസന്റ് ആണ് ഒട്ടുമിക്ക കോഡാറ്റയിലും. എന്നാൽ നോൺ കോഡാറ്റയിലുള്ള ഒരു ജീവികൾക്കും പ്രത്യേകിച്ച് ടെയിലില്ല. ഓക്കെ. യെസ്. ഇത്രയാണ് നമുക്ക് കമ്പാരിസണിൽ പറയാനുള്ളത്. ഫൈലം കോഡാറ്റയെ നമ്മൾ 3 സബ് ഫൈലങ്ങളായി ക്ലാസിഫൈ ചെയ്തു. ഒന്ന് യൂറോകോഡാറ്റ ഓർ ട്യൂണിക്കേറ്റ. രണ്ടാമത്തേത് സെഫാലോകോഡാറ്റ. മൂന്ന് വെർട്ടിബ്രേറ്റ. ഇങ്ങനെ 3 സബ് ഫൈലങ്ങളായി നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? സബ് ഫൈലം യൂറോകോഡാറ്റ ഓർ ട്യൂണിക്കേറ്റ, സബ് ഫൈലം സെഫാലോകോഡാറ്റ, ദെൻ സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ആദ്യത്തെ രണ്ടെണ്ണമായ യൂറോകോഡാറ്റയെയും അതുപോലെ തന്നെ സെഫാലോകോഡാറ്റയെയും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോഡാറ്റ. ഓക്കെ. നമുക്ക് ഈ 3 ഫൈലങ്ങളെ കുറിച്ചും ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി? ആദ്യം സബ് ഫൈലം യൂറോകോഡാറ്റ. സബ് ഫൈലം യൂറോകോഡാറ്റ എന്ന് പറയുന്നത് ഒരു മറൈൻ ഓർഗാനിസം ആണ്. കടലിലാണ് കാണുന്നത്. ഇവരുടെ നോട്ടോകോഡ്, ഞാൻ പറഞ്ഞു കോഡാറ്റയിൽപ്പെട്ട ഏതൊരു ജീവിക്കും നോട്ടോകോഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇവരുടെ നോട്ടോകോഡ് ഇവരുടെ ലാർവയുടെ ടെയിലിൽ മാത്രമേ കാണുള്ളൂ.
larval tail. So their notochord present only in their larval tail. Clear ആണോ? ഓക്കെ. അഡൽട്ട് ആയാൽ നോട്ടോകോഡ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഈ ജീവിയുടെ നോട്ടോകോഡ് കാണണമെങ്കിൽ അതിന്റെ ലാർവയെ എടുത്ത് അതിന്റെ വാലിൽ തന്നെ നോക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ നോട്ടോകോഡ് കാണുള്ളൂ. റെഡി? ഇതിന് എക്സാമ്പിൾസ് അസിഡിയ, സൽപ്പ, ഇത് രണ്ടുമാണ് നമ്മുടെ സബ്ഫൈലം യൂറോകോഡാറ്റയുടെ എക്സാമ്പിൾസ്. ഞാൻ പറഞ്ഞത് വ്യക്തമാണോ നിങ്ങൾക്ക്? ഓക്കെ. രണ്ടാമത്തെ സബ്ഫൈലം, അതായത് സബ്ഫൈലം സെഫാലോകോർഡാറ്റ. സെഫാലോകോർഡാറ്റ. സെഫാലോകോർഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറൈൻ ആയിട്ടുള്ള കോർഡൈറ്റ്, കടലിൽ കാണുന്നവരാ. ഇവരുടെ ബോഡിയിൽ നോട്ടോകോഡ് ഉണ്ട്. എവിടെയുള്ളതെന്നറിയോ? അത് അവരുടെ ഹെഡ് ടു ടെയിൽ. ഹെഡ് ടു ടെയിൽ എവിടെയാ? ലാർവയിലാണോ അഡൽറ്റിലാണോ? ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അവർ ജനിക്കുന്നതോടുകൂടി അവരുടെ ബോഡിയിൽ പൂർണ്ണമായിട്ട് അവരുടെ എൻഡ് വരെ കാണുന്ന അവരുടെ ഒരു ബോഡി പാർട്ടാണ് നോട്ടോകോഡ്. മനസ്സിലായോ? സോ ദെയർ നോട്ടോകോഡ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഫ്രം ഹെഡ് ടു ടെയിൽ. ക്ലിയർ? ഇതിന് എക്സാമ്പിൾ ആണ് ആംഫിയോക്സസ്, അതുപോലെ തന്നെ ലാൻസലെറ്റ്. ഓക്കെ, നമ്മൾ ഇതിനെ ബ്രാങ്കിയോസ്റ്റോമ, അതിൽപ്പെട്ടതാണ് ആംഫിയോക്സസും ലാൻസലെറ്റും. വ്യക്തമാണോ? ഇതാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, enough. So this is about subphylum Cephalochordata. അടുത്ത ഒരു സബ്ഫൈലമാണ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റ ശ്രദ്ധിക്കുക. സബ്ഫൈലം വെർട്ടിബ്രേറ്റയിൽപ്പെട്ട ജീവികളുടെ ഒരു പ്രത്യേകത, ഇവരുടെ നോട്ടോകോഡ് അത് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ പ്രസന്റ് ആയിരിക്കൂ. ഏത് സ്റ്റേജ്? എംബ്രിയോണിക് സ്റ്റേജ്. അമ്മയുടെ ഗർഭപാത്രത്തില് അല്ലെങ്കിൽ അവർ ഒരു ഭ്രൂണമായി കിടക്കുന്ന സമയത്ത് മാത്രമേ അത് എന്തായിട്ട് നിൽക്കുള്ളൂ? നോട്ടോകോഡായിട്ട് അവരുടെ ബോഡിയിൽ ഉണ്ടാവും. ശേഷം അവർ ജനിച്ചു കഴിഞ്ഞാൽ, അവർ അഡൽട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്തില്ല? നോട്ടോകോഡ് ഇല്ല. ആ നോട്ടോകോഡ് അവരുടെ വെർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നു. എന്തായി മാറുന്നേ? വെർട്ടിബ്രൽ കോളം. നമ്മൾ കോഡാറ്റയിൽപ്പെട്ടവരല്ലേ? നമ്മുടെ ബോഡിയിൽ ഇത് എവിടെ നോക്കിയാലും നമുക്ക് നോട്ടോകോഡ് കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമ്മുടെ ഒക്കെ ഈ വെർട്ടിബ്രൽ കോളം ഇല്ലേ? ഈ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് നോട്ടോകോഡ് മാറിയിട്ടാണ് ഇങ്ങനൊരു വെർട്ടിബ്രൽ കോളമായിട്ട് മാറിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇവരുടെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഇവർക്ക് ഹാർട്ട് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ ഹാർട്ട്? ചിലർക്ക് 2 ചേംബർ, 2 ചേംബർ. സം ഓഫ് ദം ഹാവ് 3 ചേംബർ ആൻഡ് അതേഴ്സ് ഹാവ് 4 ചേംബർ. സോ 2, 3, 4 ഇങ്ങനെയുള്ള ഇത്രയും ചേംബറുകളുള്ള ജീവികളാണ് ഇവർ. ഓക്കെ, മറ്റൊന്ന്, ഈ വെർട്ടിബ്രേറ്റയിൽപ്പെട്ടവരുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ അത് കിഡ്നിയാണ്. ഇവർക്ക് കിഡ്നിയാണ് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ
ഏതൊക്കെയാണ് നോക്കൂ. സബ്ഫൈലം വെർട്ടിബ്രേറ്റയെ നമ്മൾ രണ്ട് ഡിവിഷനുകളായി തരംതിരിച്ചു. രണ്ട് ഡിവിഷൻ. ഒന്ന് അഗ്നാത്ത, മറ്റൊന്ന് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് താടിയല്ലില്ലാത്തവരെയാണ് നമ്മൾ അഗ്നാത്ത എന്ന് വിളിക്കുന്നത്. താടിയല്ലുള്ളവരെയാണ് നമ്മൾ നാത്തോസ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. They lack jaws but they bear jaws. അവർക്ക് എന്തുണ്ട്? ജോസ് ഉണ്ട്. ഓക്കെ. അഗ്നാത്ത എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനിൽ ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ് that is class Cyclostomata. Cyclostomata. ഓക്കെ. ഇനി നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഡിവിഷനിൽ രണ്ട് സൂപ്പർ ക്ലാസ്. ഏതൊക്കെയാ? ഒന്ന് സൂപ്പർ ക്ലാസ് പിസസ്, മറ്റൊന്ന് ടെട്രാപോഡ. ഓക്കെ. സോ ഇത് രണ്ടും സൂപ്പർ ക്ലാസ്സുകളാണ്. ഓക്കെ. ഇനി പിസസ് എന്ന് പറയുമ്പോൾ അത് ഫിഷുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ്. ഓക്കെ. ഇതിനകത്ത് രണ്ട് ക്ലാസ്സുകൾ. ഒന്ന് ക്ലാസ് കോൺട്രിക്ടൈസ്, മറ്റൊന്ന് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. എന്നാൽ ടെട്രാപോഡ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ 4 ക്ലാസ്സുകളാണ് ഉൾക്കൊള്ളുന്നത്. ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് എയ്വ്സ്, then ക്ലാസ് മമ്മേലിയ. കണ്ടോ നിങ്ങൾ? ഇങ്ങനെ 4 ക്ലാസ്സുകൾ ടെട്രാപോഡയിൽ. പിസസിൽ 2 ക്ലാസ്, അഗ്നാത്തയിൽ 1 ക്ലാസ്. ടോട്ടല് 1 2 3 4 5 6 7. ഓക്കെ. നോക്കൂ, വെർട്ടിബ്രേറ്റ് രണ്ട് ഡിവിഷനായി മാറ്റി. ഒന്ന് അഗ്നാത്ത, മറ്റൊന്ന് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്തയ്ക്ക് കീഴിൽ ഒരു ക്ലാസ്, ദാറ്റ് ഈസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. എന്നാൽ ടെട്രാപോഡയ്ക്ക് കീഴിൽ 2 സൂപ്പർ ക്ലാസ്. ഏതൊക്കെയായിരുന്നു? പിസസ് ആൻഡ് ടെട്രാപോഡ. സോറി, നാത്തോസ്റ്റൊമാറ്റയ്ക്ക് കീഴിൽ 2 സൂപ്പർ ക്ലാസ്, ദാറ്റ് ഈസ് സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് ടെട്രാപോഡ. പിസസിന് കീഴിൽ 2 ക്ലാസ്, ദാറ്റ് ഈസ് ക്ലാസ് കോൺട്രിക്ടൈസ്, ക്ലാസ് ഓസ്റ്റിക്ടൈസ്. ടെട്രാപോഡയുടെ കീഴിൽ 4 ക്ലാസ്സുകൾ, ദാറ്റ് ഈസ് ക്ലാസ് ആംഫീബിയ, റെപ്റ്റീലിയ, എയ്വ്സ് ആൻഡ് മമ്മേലിയ. ഇങ്ങനെ 4 ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. 2 പിസസിലും 1 അഗ്നാത്തയിലും. ടോട്ടൽ 7 ക്ലാസ്സുകൾ. ഈ 7 ക്ലാസ്സുകളെ കൂടെ പൂർണ്ണമായി പറയുന്നതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ക്ലാസ് ആയ, അതായത് അഗ്നാത്ത എന്ന് പറയുന്ന ഡിവിഷനിലെ ക്ലാസ് ആയിട്ടുള്ള ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ.
സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഒരു മറൈൻ, കടലിൽ കാണുന്ന ഒരു ജീവിയാണ്. ഓക്കെ, ഇവരുടെ ബോഡിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇലോങ്ങേറ്റഡ് ബോഡിയാണ് അവർക്ക്, നീണ്ടു കിടക്കുന്ന ഒരു ബോഡിയാണേ. മാത്രമല്ല they are ectoparasites on some large fishes. വലിയ വലിയ ഫിഷസിന് മേലെ എക്ടോപാരസൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയുടെ പുറത്ത് ജീവിക്കുന്ന പാരസൈറ്റ് ആയിട്ട് അവർ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായിട്ട്. ഓക്കെ, അതിങ്ങനെ ജീവിക്കുക ഇവിടെ കടലിൽ. മാത്രമല്ല ഈ ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ അജ്ഞാതയാണ്, അതുകൊണ്ട് ഇവർക്ക് കൃത്യമായ താടിയെല്ലുകളില്ല. അതുകൊണ്ട് അവരുടെ മൗത്ത് എന്ന് പറയുന്നത് അത് സർക്കുലാർ ആൻഡ് സക്കിംഗ് ടൈപ്പാണ്. എന്താ സർക്കുലാർ ആൻഡ് സക്കിംഗ് എന്ന് പറഞ്ഞാൽ? സക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ്, മാത്രമല്ല അത് സർക്കുലാർ ആണ്. ഓക്കെ, ഇവരുടെ ബോഡിയിൽ 6 to 15 pairs of gill slits ഉണ്ട്. ഗിൽ സ്ലിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാ? റെസ്പിറേറ്ററി ഫംഗ്ഷൻ അത് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇവരുടെ സർക്കുലേഷൻ അത് ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ്. ക്ലോസ്ഡ് സർക്കുലേഷൻ. മാത്രമല്ല ഇവരുടെ ബോണുകളും, അതായത് വെർട്ടിബ്രൽ കോളവും അതുപോലെ ക്രാനിയം, തലയോടിന്റെ എല്ലുകളൊക്കെ ഉണ്ട് അല്ലെ? ഇവിടെയൊക്കെയുള്ള എല്ലുകളൊക്കെ ഉണ്ട്. എല്ലുകളെന്ന് നമുക്ക് അതിന് വിളിക്കാൻ പറ്റില്ല. അവരുടെ സ്കെലിറ്റൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജിനസ്, അത് കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ മക്കളെ കാർട്ടിലേജ് എന്ന് പറഞ്ഞാല്? മലയാളത്തിൽ അതിനെ തരുണാസ്ഥി എന്നൊക്കെ പറയും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. എന്നിരുന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലുകൾക്ക് മേലെ ഒരു റൗണ്ടില് ഒരു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോൺ ലൈക്ക് സ്ട്രക്ചർ അല്ലേ? അതാണ് കാർട്ടിലേജ്. ഓക്കെ, അപ്പൊ ഇവരുടെ ക്രാനിയവും പിന്നെ അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജിനെ കൊണ്ടാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇതിന്റെ ഒരു അമേസിംഗ് ഫാക്ട് എന്ന് നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവർ മറൈനാണ്. മറൈൻ എന്ന് പറഞ്ഞാല് കടലിൽ കാണുന്നവരാ. പക്ഷേ ഇവർ മൈഗ്രേറ്റ് ചെയ്തു പോകും. എവിടേക്കെന്നറിയോ? ഫ്രഷ് വാട്ടറിൽ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ സ്പോണിങ്. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ജീവികള്, അതിൽപ്പെട്ട ജീവികള് കടലിലാണ് ജീവിക്കുന്നതെങ്കിലും അവർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു. എവിടേക്ക്? അത് അവരുടെ ഫ്രഷ് വാട്ടറിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ സ്പോണിങ്. എന്താ സ്പോണിങ് എന്ന് പറഞ്ഞാല്? അവരുടെ മുട്ടയിടൽ നടക്കുന്നത് ഫ്രഷ് വാട്ടറിലാ. ഓക്കെ, അപ്പൊ ഫ്രഷ് വാട്ടറിൽ മുട്ടയിട്ട് സൂൺ ആഫ്റ്റർ സ്പോണിങ് അഡൽറ്റ് എന്താവും? ചത്തു. ഇനി ആ മുട്ട വിരിഞ്ഞ് ലാർവയായി അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് മെറ്റമോർഫോസിസ് അഥവാ രൂപാന്തരണം സംഭവിച്ച് പുതിയൊരു ജീവിയായി മാറുമ്പോൾ അവർക്ക് തിരിച്ച് എവിടേക്ക് തന്നെ വരേണ്ടി വരുന്നു? കടലിലേക്ക് തന്നെ. മനസ്സിലായോ? സ്പോണിങ്ങിന് വേണ്ടി ഫ്രഷ് വാട്ടറിൽ പോയവര് മുട്ടയിട്ടതിന് ശേഷം അഡൽട്സ് ചത്തുപോയി. എന്നിട്ട് കുട്ടികള് രൂപാന്തരണം സംഭവിച്ചതിന് ശേഷം മാറ്റങ്ങൾ സംഭവിച്ച് അഡൽറ്റ് ആകുമ്പോഴേക്കും തിരിച്ച് എവിടേക്ക് തന്നെ വരും? ബാക്ക് ടു ഓഷ്യൻ. അവർ സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അല്ലേ? എന്തൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഇത്. അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങളുടെ അമ്മ മറൈനായിരുന്നു, ശേഷം ഇവിടെ വന്ന് മുട്ടയിട്ട് ചത്തുപോയതാണെന്ന്? അല്ല, അവരെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് നാച്ചുറലായിട്ട് അതിനുള്ളൊരു കഴിവുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോകുന്നു. അവരും സ്പോണിങ്ങിന് വേണ്ടി തിരിച്ചെവിടേക്ക് വരും? ഫ്രഷ് വാട്ടറിൽ വരും. അവരവിടെ നിന്ന് ചത്തുപോകും. കുട്ടികൾ തിരിച്ച് ഓഷ്യനിൽ വളരും. വീണ്ടും ഈ പറഞ്ഞ പ്രോസസ്സിങ്ങിന് നടന്നുകൊണ്ടേയിരിക്കും അല്ലേ? ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഏതൊക്കെയാണ്? ഒന്ന് പെട്രോമൈസൻ, മറ്റൊന്ന് മിക്സിൻ,
ഓക്കെ. പെട്രോമൈസർ എന്ന് പറഞ്ഞാൽ ലാംബ്രെ, അതുപോലെ മിക്സിൻ എന്ന് പറഞ്ഞാൽ ഹാഗ് ഫിഷ്. മനസ്സിലായോ? ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. വ്യക്തമാണല്ലോ? ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.